മാർക്കോ ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദനി. ഈ ഒരു സിനിമയ്ക്ക് മാർക്കോ എന്നുള്ള പേരിനേക്കാളും നല്ലത് മോർച്ചറി എന്നായിരിക്കും. എന്തെങ്കിലും ഒരു പാൻഡമിക് സംഭവിച്ച പരിസരത്തുള്ള ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കൂ. കാരണം സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റോട് കൂടി തന്നെ സിനിമയുടെ ഹൈപ്പിന് അനുസരിച്ചുള്ള രീതികളും ഹൈപ്പിന് അനുസരിച്ചുള്ള സ്റ്റൈലുകളും ഹൈപ്പിന് അനുസരിച്ചുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന്റെ രീതിയിലുള്ള കൊലപാതകങ്ങളും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അവസാനം എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂരത്തിന് നമ്മുടെ ഈ പടക്കം പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ കേട്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലേക്കായിരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുന്നത്. അങ്ങനെ കൊണ്ടങ്ങ് അവസാനിപ്പിക്കും. അത് അങ്ങനെ തന്നെ കാണണം. അത് ഫോണിലൊന്നും കാണില്ല, OTT വന്നിട്ടൊന്നും കാണാനിരിക്കില്ല, തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നാലേ ആ ഒരു ഫീൽ കൃത്യമായിട്ട് കിട്ടും. പിന്നെ കാണാൻ പോകുമ്പം ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയ കില്ലുമായിട്ടോ അല്ലെങ്കിൽ KGF 2 ആയിട്ടോ ഒന്നും കമ്പയർ ചെയ്യില്ല. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. കില്ല് പോലെ ഒരു ഷോർട്ട് ടൈമിൽ കാണിക്കുന്ന വലിയൊരു മാരകമായിട്ടുള്ള സീനുകളോ അല്ല, അല്ലെങ്കിൽ KGF പോലെ ഒരു ബിഗ് എക്സ്പ്ലോഷറൊക്കെ കാണിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു മുട്ടനായിട്ടോ ഒന്നുമല്ല. ഇതൊരു കുടുംബത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എതിരെ ഒരു കുടുംബം തിരിയുമ്പോഴത്തേക്കിനും ഒരു സ്വർണ്ണ കച്ചവടക്കാർക്കിടയിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾക്കിടയിൽ കൊലപാതകം ഉണ്ടാകുന്നു. അതിനകത്തൊരു അനിയനെ കൊല്ലുന്നു. ആ അനിയന്റെ ചേട്ടനായിട്ട് നമ്മുടെ മാസീവ് ഹീറോ ഉണ്ണിമുകുന്ദൻ എത്തുന്നു. അതായത് പീറ്റർ മാർക്കോയുടെ അന്യായ എൻട്രിയും എൻട്രി തന്നെ തിയേറ്ററിൽ പൂരപ്പറമ്പാക്കി. സത്യം പറഞ്ഞ ഇരുന്ന സ്ഥലത്ത് ഞാൻ ഒരു ഉണ്ണിമുകുന്ദന്റെ സിനിമ ആദ്യമായിട്ടോ തിയേറ്ററിൽ പോയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് കാണുന്നത്. ഞാൻ വിചാരിച്ച കണക്കൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പവറുമായി എൻട്രിക്കകത്തുണ്ട്. കാരണം ബെൽജിയം മാലിനോസിനെയൊക്കെ ഇങ്ങനെ വലിച്ചു കീറിയ തുടക്കം ഉണ്ണിമുകുന്ദൻ സ്ക്രീനിലേക്ക് ഇങ്ങനെ വരുന്നത്. ആ വരുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ തിയേറ്ററൊക്കെ ഒന്ന് കുലുങ്ങി. സത്യവാ. പിന്നെ പീറ്റർ മാർക്കോ ഇതങ്ങ് തോളിലെടുക്കുക ഈ സിനിമ. പിന്നെ പുള്ളിയുടെ തോളിലായി സിനിമ പോകുന്നത്. ആ ഒരു സിനിമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിപ്പോവും. ആ ഒരു പോകുന്നതിനകത്ത് ഉണ്ണിമുകുന്ദന്റെ ആ ഒരു സ്റ്റൈലും സ്വാഗും ഒക്കെ ഉണ്ടല്ലോ, അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പിടിക്കും. ഇതൊരു വെച്ച് കൊല്ലുന്ന പരിപാടിയാണ്. ഉണ്ണിമുകുന്ദന്റെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും കുറേ നേരം, ഇവനെ ഇന്ന് എങ്ങനെ കൊല്ലാന്ന്. അങ്ങനെ ആലോചനയിൽ ഒരെണ്ണം എത്തുമ്പോഴത്തേനും ആ ഒരു സംഭവം ഇറക്കി വിടും. കണ്ടിരിക്കാന്നല്ല, ടിക്കറ്റ് എടുക്കാം, മസ്റ്റായിട്ട് ടിക്കറ്റ് എടുക്കാൻ, തിയേറ്ററിൽ തന്നെ കാണാൻ. തിയേറ്റർ എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഉണ്ണിമുകുന്ദനെ പോലുള്ള അല്ലെങ്കിൽ ഒരു ദൈവഭക്തിയായിട്ടൊക്കെ പല ആൾക്കാരും കാണുന്ന ഒരു വ്യക്തി വന്നിട്ട് കൊല്ലുന്നതിനും കൊന്നു കളയുന്നതിനും ഒന്നും കൈയും കണക്കൊന്നും ഇല്ല. അത് ചെയ്യുന്ന മരം മുറിക്കുന്ന കണക്ക് വെട്ടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇല വെട്ടുന്ന കണക്ക് വെട്ടുന്നവരുണ്ട്. മൊത്തം ആ സിനിമ പറയുമല്ലോ, മരണത്തേക്കാൾ വലിയൊരു ശിക്ഷ കൊടുക്കുന്നു. എനിക്ക് കാണാൻ സാധിച്ചത് മരണത്തേക്കാൾ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്നത് മാർക്കോയ്ക്ക് തന്നെ. സിനിമ മാർക്കോ എടുത്തോണ്ട് പോയി. മാർക്കോയുടെ തോളിനകത്ത് ആ സിനിമ ബിഗിനിങ് മുതൽ അവസാനം വരെ വന്നിട്ടുണ്ട്. അതിനകത്ത് പല ക്യാരക്ടറുകൾ ട്വിസ്റ്റ് ചെയ്ത് മാറി തിരിഞ്ഞൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മാർക്കോ എപ്പോൾ കാണിച്ചു, മാർക്കോ എപ്പോൾ അവസാനിപ്പിച്ചു, ആ മാർക്കോയുടെ ബിൽഡപ്പും മാർക്കോയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു സ്വാഗും ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലും ആ നിരന്തരം കാണിക്കുന്ന മാർക്കോയുടെ ഒരു ആക്ഷൻ രംഗങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പക്ക ഉണ്ണിമുകുന്ദൻ വെച്ച് ചെയ്ത്. ഉണ്ണിമുകുന്ദന് കുറച്ചൊരു 5-6 വർഷമായിട്ട് നല്ല ആഞ്ഞിടിക്കാനായിട്ട് ഒരു ആള് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലം കിട്ടില്ല. ആ ഇടി എല്ലാം ഉണ്ട്. ചില ഫൈറ്റുകളൊക്കെ ഉണ്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന 2-3 മിനിറ്റൊക്കെ നീണ്ടു നിൽക്കുന്ന ഫൈറ്റുകളൊക്കെ. ഇന്ന് അന്യായ ഇടി. ആ ഇടി കൊള്ളുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആ ഇടി ഉണ്ണിക്ക് കിട്ടിയ ഇടിയാണെന്നും തിരിച്ചു കൊടുക്കുന്ന ഇടി ഉണ്ണി കൊടുക്കുന്ന ഇടിയാണെന്നും. ചുമ്മാ നിന്നടി, താങ്ങിയടി, മറിഞ്ഞടി ഒന്നും അല്ല. നല്ല ഇടി വിത്ത് ചോരയെന്ന് വെച്ചാൽ ചെറിയ ചോരയൊന്നും അല്ല. ഇതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് എന്തിനാ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യം? ഇത് ഒന്നും അല്ല, ഇത് A+++ അങ്ങനെ കൊടുക്കണം. അന്യായം. കാരണം മലയാള സിനിമയിൽ ഈവൻ നമ്മൾ കില്ലും ഈ കാണുന്ന ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും. കില്ലിനകത്ത് കാണുന്ന സാധനമൊന്നും അല്ല. കുറച്ച് നേരം കുറച്ച് പേരെ ഇട്ട് കൊല്ലുന്ന പരിപാടിയൊന്നും അല്ല. ഇത് ഇങ്ങനെ വെച്ച് കൊല്ലുന്നു. ഇതിനകത്ത് ഭയങ്കര ബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ട്. ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അറിയാലോ, ഇത്തരത്തിലുള്ളൊരു മാസീവ് സിനിമ ആകുമ്പോൾ ഫാമിലി ബോണ്ടിങ് ഒക്കെ ഭയങ്കര വലുതായിരിക്കും. ഫാമിലി ആയിട്ട് തന്നെ അതിനകത്ത് എല്ലാവരും അറ്റാച്ച്ഡ് ആണ്. കുടുംബം മൊത്തമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു പ്രണയം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഐ ഡോണ്ട് ഫീൽ എനിക്കത് അത്ര കൺവിൻസിങ് ആയില്ല. ജസ്റ്റ് ഒരു പ്രണയം, അത്രേ ഉള്ളൂ. അത് ഒരു ഹീറോയ്ക്ക് ഒരു ഹീറോയിൻ വേണമല്ലോ എന്ന രീതിയിൽ അത് കാണാൻ സാധിക്കും, അത്രേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ അവസാനം ഇവരൊന്നും കാണത്തില്ല. അതാണ് ഇതിന്റെ മെയിൻ. അവസാനം ഉണ്ണിമുകുന്ദനും സിദ്ദിഖും മാത്രമാവും, പിന്നെ ഒരു കൊച്ചും മാത്രമാവും. പൂരം കഴിഞ്ഞാണക്കാവും മറ്റേ വെടിക്കെട്ട് നടന്ന പുറ്റിങ്ങിൽ അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഓക്കെ. പിന്നെ ഇതിനകത്ത് 2-3 ക്യാരക്ടറുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ജഗദീഷ് എടുത്തിരിക്കുന്ന ക്യാരക്ടർ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രീതിയും കാണാത്ത സ്റ്റൈലും കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ എനിക്ക് പേഴ്സണലി ആ ഒരു വ്യക്തിക്ക് എടുത്തു പൊക്കത്തക്ക രീതിയിലൊന്നും എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. മേ ബി അതിനകത്ത് നമ്മൾ ഫെമിലിയർ ആയിട്ട് ഒരുപാട് ഫേസുകൾ കാണാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ സിദ്ദിഖിന് ഇപ്പൊ ഒരു പീഡന കേസ് ഇതൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, സിദ്ദിഖിനെ ആ സ്ക്രീനിൽ അങ്ങോട്ട് കാണിച്ചപ്പോഴത്തേന് വീണ കയ്യടിക്കൊന്നും കുറവൊന്നുമില്ല. വിചാരിക്കുന്ന കയ്യടിയൊന്നും അല്ല കിട്ടിയത്. അതിനുശേഷം സിദ്ദിഖിന് ഒരു വീട്ടിലൊരു സീനുണ്ട്, ഒരു ഫൈറ്റ് സീനുണ്ട്. ഒരു കറണ്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് കറണ്ട് വരുന്ന ടൈം വരെയുള്ള ഒരു ഫൈറ്റ് സീനുണ്ട്. സിദ്ദിഖ് സ്കോർ ചെയ്യുന്ന വെച്ചാൽ ആ കേസും വഴക്കും എല്ലാ നാട്ടുകാരും മറന്ന് സിദ്ദിഖ് വേറെ ഏതോ സിദ്ദിഖിന്റെ രൂപത്തിലേക്ക് സിദ്ദിഖ് പോയത്. അന്യായം.
പിന്നെ ഉണ്ണിമുകുന്ദൻ തന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഉണ്ണിമുകുന്ദൻ തന്നെ. ബാക്കി എല്ലാവരും ഉണ്ണിമുകുന്ദന് വേണ്ടി ബലിയാടാവാനായിട്ട് മറ്റേ റംസാൻ വന്ന് അറക്കാൻ നിൽക്കുന്ന ആടിനെ പോലെയോ അല്ലെങ്കിൽ പശുവിനെയൊക്കെ പോലെയൊക്കെ തന്നെ കൊലപാതകം. കൊച്ചു പിള്ളേരെയൊക്കെ കൊല്ലുന്നതിനൊന്നും കൈയും കണക്കുമില്ല. നമ്മൾ ചില സിനിമയിലൊക്കെ കൊച്ചു പിള്ളേരെ കൊല്ലുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യും. അത് വേണ്ട, അത് സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കും അല്ലെങ്കിൽ പ്രോത്സാഹനം ഉണ്ടാക്കും എന്നൊക്കെ പറയും. ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, പ്രോത്സാഹനം വന്നാലും കുഴപ്പമില്ല, രണ്ടെണ്ണത്തിനെ ആരെങ്കിലും തീർത്താലും കുഴപ്പമില്ലെന്ന്. കൊല്ലുന്ന വിധം എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരാം. അന്യായമായിപ്പോയി ഭർത്താവെ, അന്യായമായിപ്പോയി. പക്ഷേ മസ്റ്റ് വാച്ച് മൂവിയാ ഇത്. ഫോണിൽ കാണാനോ OTT കാണാനോ എടുക്കാനോ ഒന്നും ഇരിക്കല്. കൃത്യമായിട്ട് പോയി തിയേറ്ററിൽ പോയി ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു ഫസ്റ്റ് ഹാഫ്, അതിനുശേഷം ഒരു സെക്കൻഡ് ഹാഫ്. ഈ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് വന്ന് ഇങ്ങനെ അങ്ങനെ അതിൻ്റെ പീക്ക് ലെവലിൽ അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ട് അവസാനിക്കുന്നത്. പീക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ എക്സ്ട്രീം ലെവല്, അതായത് സ്ക്രീനിനകത്ത് മൊത്തം ചുമപ്പായിരിക്കും. പിന്നെ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടെങ്കിൽ എത്തിച്ചതിന് ശേഷം അവിടം വരെ എനിക്ക് ക്ലിക്കായി. എത്തിച്ചതിന് ശേഷം അവസാനം ഒരു ഇപ്പം എല്ലാ സിനിമയിലും കാണാമല്ലോ ഒരു സെക്കൻഡ് പാർട്ട് ബിൽഡപ്പ്. അങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് ബിൽഡപ്പിൻ്റെ ഒരു സാധനം ഇട്ടങ്ങ് അടച്ചപ്പോൾ തിയേറ്ററിൽ എല്ലാവരും സൈലന്റ്. അയ്യോ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, കറണ്ട് പോയതാണോന്ന്. പക്ഷെ അത് അത്ര എനിക്കെന്നല്ല, എനിക്ക് മനസ്സിലായി ആ തിയേറ്ററിൽ ഇരിക്കുന്ന 100-200 പേരുണ്ടെങ്കിൽ 200 പേർക്കും അത് കൺവിൻസ് ആയിട്ടില്ല എന്തോ ആ സംഭവം അവസാനം കാണിച്ചു കൂട്ടിയെന്നുള്ളത്. ഇനി അതിനൊരു എക്സ്പ്ലനേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും കാണിച്ചു കൂട്ടിയെന്നുള്ളൊരു കാര്യം. പക്ഷേ ഇത് ഓടും, നല്ല നിൽക്കാതെ ഓടും. നമ്മളെ മലയാളികൾ കണ്ടിട്ടില്ലാത്ത മലയാളികളായിട്ടുള്ള അഭിനേതാക്കൾ ചെയ്തിട്ടുള്ള റോളുമായിട്ടൊന്നും ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കണ്ടിട്ടുള്ള ഒരു സിനിമയായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു വേറൊരു ജോണറിൽ അവർ ചെയ്തിട്ടുള്ള വേറൊരു ഫൈറ്റ്, വേറൊരു കോൾഡ് ബ്ലഡഡ് ഫൈറ്റ് സീനുകൾ മാത്രം ഉൾപ്പെടുത്തി. അതായത് ഇതിന്റെ ബിഗിനിങ് തൊട്ട് ഈ സിനിമ എന്താണെന്നും ഈ സിനിമയുടെ ബിൽഡപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്നും ഈ സിനിമ എന്താണ് നമ്മളായിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതും നമുക്ക് ഇനിഷ്യലി തന്നെ മനസ്സിലാവും. ഇനിഷ്യലി തൊട്ട് തന്നെ ഈ സിനിമ ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണെന്നും നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്.